4 കിലോമീറ്റർ എക്സ്ട്രാ പോകണം, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. ഇവരെ വഴി തെറ്റാണ്, പുതിയ ലൊക്കേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എക്സ്ട്രാ പോണതിന്റെ പൈസ ആര് തരും? സാർ ഇപ്പൊ പുതിയ ലൊക്കേഷനിലോട്ട് പോകുമല്ലേ? അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, എങ്ങനെയാ സാർ മനസ്സിലായത് ലൊക്കേഷൻ തെറ്റാണെന്ന്? ന്യൂ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കാണിക്കുന്ന അപ്പുറത്താണ്, ഇവരെ കൊണ്ടുകൊടുക്കോളം അപ്പുറത്താണ് കൊടുക്കോളം. ഇവിടെ 4 കിലോമീറ്റർ ഇനിയും കാണിക്കുക അവർ പറയുന്ന റൂട്ടാണെങ്കിൽ. ഓക്കെ, അവർ പുതിയ ലൊക്കേഷൻ ആഡ് ചെയ്തതാണോ അതിനിടെ? അവരെനിക്ക് പറഞ്ഞു തന്നു, ലൊക്കേഷൻ പറഞ്ഞു തന്നു, പുതിയ അഡ്രസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ പോണതിന്റെ പൈസ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്യും. സാർ ഇതിപ്പോ സാർ എക്സ്ട്രാ ഓടുന്നതിന്റെ ക്യാഷ് സാറിന് എന്തായാലും കയറുന്നതായിരിക്കും. അതായത് സാർ ഇപ്പൊ ആ ലൊക്കേഷനിൽ അതായത് ആ മാപ്പ് ലൊക്കേഷൻ റീച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനുശേഷം സാർ പുതിയ ലൊക്കേഷനിലോട്ട് പോകുമ്പോഴേക്കും എക്സ്ട്രാ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട സാർ. എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ സാർ കംപ്ലീറ്റ് ചെയ്താൽ സാറിന് ആ പൈസ ഞാൻ ഒരു കാര്യം ചോട്ടെ, നിങ്ങൾ കസ്റ്റമർ കെയർ കോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞല്ലേ, വെറുതെ വെച്ചിരിക്കുകയാണ്. ഒരു സഹായവും ഇല്ല നിങ്ങളെ കൊണ്ട്, ഒരു സഹായം ഇല്ല. ഒരു മിനിറ്റ് ഇത് നമ്മളെ ഒരുപാട് ഡെലിവറി പാർട്ട്നേഴ്സിന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഒരു അഡ്രസ് ഇൻകറക്റ്റ് അഡ്രസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ നമ്മളെ വിളിച്ചു ചേർത്തില്ല. നിങ്ങൾ കസ്റ്റമർ നോട്ട് റീച്ചബിൾ കൊടുത്താൽ മാത്രമേ കോൾ കണക്ട് ചെയ്യുള്ളൂ. ആ കോൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മണിക്കൂറോടെ റോട്ടിൽ കയറിയിരിക്കണോ? ഹലോ, സാർ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ സാറിന് ഒരു നിങ്ങളെ ക്വസ്റ്റ്യൻ എന്താ? ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾ കോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് വെറുതെയാണ്. നിങ്ങളെ കൊണ്ട് ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്ത് തന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു സപ്പോർട്ട് അല്ല, സാധാരണ ഇൻകറക്റ്റ് അഡ്രസ് വരുന്ന ഓർഡറിനുണ്ടല്ലോ, നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. അല്ലാതെ നമുക്ക് ഇതിന്റെ പൈസ കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ കൊണ്ട് ടിക്കറ്റ് റൈസ് ചെയ്താൽ നിങ്ങൾ 0 ആയിട്ടേ കാണിക്കുള്ളൂ, നമുക്ക് പൈസ തരത്തില്ല. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം പറഞ്ഞേ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഫോം ഫില്ല് ചെയ്യാനൊക്കെ എനിക്കറിയാം കേട്ടാ. ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതെനിക്കറിയാം. നിങ്ങളെ വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനുള്ള തക്കതായിട്ടുള്ള ഇത് പരിഹാരം ചെയ്ത് തരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് നിങ്ങൾ അവിടെ റൈസ് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അതാണ് നിങ്ങളുടെ ജോലി. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ വേണ്ട, കോൾ കട്ട് ചെയ്ത് വെക്കുമോ? അത്ര ഞാൻ സാറിന് ചെയ്തു തരുന്നുണ്ടായിരുന്നു. സാർ അതിനിടയിൽ കോൾ കട്ട് ചെയ്തിട്ട് പോയി സാർ എങ്ങനെ സംസാരിക്കുന്നു? സാറിന് വിഷയം എന്താണ്? എന്റെ വിഷയം വെച്ചാൽ എനിക്ക് പോണതിന്റെ കിലോമീറ്ററിന് പൈസ കിട്ടണം, അല്ലാതെ ചുമ്മാ ഈ പെട്രോളും ചുമ്മാ ഇട്ടൊന്നുമില്ല നിങ്ങൾ പറയേണ്ടത് കൊണ്ട് കൊടുക്കാനും. നിങ്ങൾ ഞാൻ കാണിച്ചോട്ടെ, നിങ്ങൾ 25 രൂപയ്ക്ക് ഒരു മിനിറ്റ് 25 രൂപയ്ക്ക് 10 കിലോമീറ്റർ കൊണ്ട് കൊടുക്കുമോ? 25 രൂപ 10 കിലോമീറ്റർ ഇല്ലല്ല. നിങ്ങൾ കൂടെ ഞാൻ സ്വിഗ്ഗി എന്ന് വെച്ചാൽ ഫുൾ ഉടായ്പാണ്. കിലോമീറ്റർ ആകുമ്പോൾ നല്ല വെട്ടിക്കുന്നുണ്ട്. 10 കിലോമീറ്റർ 25 രൂപ അവന്റെ മറ്റേ കൊണ്ട് കൊടുക്കുമോ 25 രൂപയ്ക്ക്? ശരി.